So next we can see when does an offer comes to an end. It is lapses of offer. എപ്പോഴാണ് ഒരു ഓഫറിൻ്റെ കാലാവധി അവസാനിക്കുന്നത് എന്നുള്ളതാണ്. An offer may come to an end by revocation or lapse or rejection. അപ്പോൾ ഓഫർ അവസാനിക്കുന്നത് എങ്ങനെയൊക്കെ ആവാം? ബൈ റിവോക്കേഷൻ. റിവോക്കേഷൻ മീൻസ് ടേക്കിംഗ് ബാക്ക്. ഞാനിപ്പോൾ എൻ്റെ കാറ് വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിക്കുകയാണ് ഇനി ഞാൻ വിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആളോട് ഞാൻ പറയാം ഇപ്പം ഞാൻ വിൽക്കാൻ തീരുമാനിക്കുന്നില്ല. റിവോക്കേഷൻ മീൻസ് ടേക്കിംഗ് ബാക്ക് ഓഫ് എൻ ഓഫർ. റിവോക്കേഷൻ, ലാപ്സ് ഓഫ് ടൈം ഓർ rejection. Rejection means if the other party reject my offer, that offer comes to an end. So section 6 of the Contract Act deals with the various modes of revocation of an offer. എപ്പോഴൊക്കെയാണ് ഒരു ഓഫർ റിവോക്ക് ചെയ്യുക? റിവോക്കേഷൻ മീൻസ് ടേക്കിംഗ് ബാക്ക് ഓഫ് എൻ ഓഫർ. ഫസ്റ്റ് കേസ്, റിവോക്കേഷൻ ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ്. So an offer may be revoked by sending a notice of revocation to the offeree at any time before the offer is accepted by the offeree. അപ്പോൾ ഓഫറി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എന്താക്കാം എന്നാണ് പറയുന്നത്, ഒരു റിവോക്കേഷൻ, നോട്ടീസ് ഓഫ് റിവോക്കേഷൻ അയച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, an offer can be revoked. മനസ്സിലായല്ലോ? an offerer can revoke an offer by sending a revocation notice to the offeree. അങ്ങനെ അയക്കുന്ന ആ റിവോക്കേഷൻ it may be expressed or implied. Revocation of notice of revocation will take effect only when it comes to the knowledge of the offeree. മനസ്സിലായല്ലോ? അപ്പോൾ ഓഫറിക്ക് അറിഞ്ഞാൽ മാത്രമേ, അതായത് ഞാനിപ്പോൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്, അപ്പം ഓഫറിൻ്റെ വിചാരം ദാറ്റ് ഓഫർ എക്സിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ഓഫറിൻ്റെ നോളജിൽ എത്തണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് എത്തിയാൽ മാത്രമേ ഉള്ളൂ ദാറ്റ് ഓഫർ കംസ് ടു എൻ എൻഡ്. ഓക്കെ. ദെൻ സെക്കൻഡ് കേസ്, ബൈ ലാപ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈം. അതായത് ഞാനിപ്പോൾ ഓഫർ കൊടുത്തിരിക്കുന്നത് ഈ 31 ജൂലൈ വരെയാണ്. എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട്, അതായത് ബുക്സ് വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ ഞാൻ തരികയാണ്. ദ ടൈം ഫിക്സ്ഡ് ഇസ് 31 മാർച്ച്. സോ വെൻ ദാറ്റ് ടൈം ലാപ്സസ്, അതായത് ആഫ്റ്റർ 31 ഓഫ് ജൂലൈ യു കനോട്ട് ആക്സെപ്റ്റ് ദാറ്റ് ഓഫർ. മനസ്സിലായല്ലോ? ആ 31 ജൂലൈയോട് കൂടിയിട്ട് എന്ത് അവസാനിക്കുന്നു? ദാറ്റ് ഓഫർ is revoked. So the offerer has got every right to dictate the terms of acceptance. So where the offerer prescribes a time for acceptance, അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ദർ ഇസ് നോ acceptance within the prescribed period, the offer will be lapsed. Okay, if nothing is fixed, no time is fixed, then it should be accepted within a reasonable time എന്നുള്ളതാണ്. അതായത് വാട്ട് ഈസ് റീസണബിൾ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാക്ട്സ് ഓഫ് ഈച്ച് കേസ്. അപ്പം റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭത്തിൽ ഓരോന്നാവാം റീസണബിൾ ടൈം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, തേർഡ് കേസ്, ഡെത്ത് ഓഫ് ദി ഓഫറർ. അതായത് ഇപ്പോൾ ഒരു ഓഫർ തന്ന് ഓഫറർ എന്തായി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓഫർ comes to an end. If the offerer dies before acceptance എന്നാണ് പറയുന്നത്, before acceptance becomes invalid. So similarly, if the offeree dies without accepting the offer, his heirs cannot accept for him. മനസ്സിലായല്ലോ? ഞാനിപ്പം ഒരാൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണെങ്കിൽ ആ ഓഫർ ആരെന്നെ ആക്സെപ്റ്റ് ചെയ്യണം? ആ ഓഫറിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അയാളുടെ ലീഗൽ ഹയേഴ്സിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആര് മരിച്ചാലും, അതായത് ഓഫറർ ആണെങ്കിലും ഓഫറി ആണെങ്കിലും മരിക്കുന്നതോട് കൂടിയിട്ട് ഈ ഓഫറിൻ്റെ ഇതും അവസാനിക്കുക ചെയ്യുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഫോർത്ത് പോയിൻറ്റ് ഇസ് ഇൻസാനിറ്റി ഓഫ് ദി ഓഫറർ. ഇൻസാനിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ after the offer is made, the offerer becomes insane and the offeree
comes to the knowledge of such insanity before acceptance, he cannot accept the offer. ഓക്കെ, ബിക്കോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോമ്പിറ്റൻസി ഓഫ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്തായിരിക്കണം? കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇൻസെയിൻ ആയിട്ടുണ്ടെങ്കിൽ ഓഫറിക്ക് അറിയാം, ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അറിയാം ഇയാൾ ഇൻസെയിൻ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇഫ് ദി ഓഫർ ഇസ് ആക്സെപ്റ്റഡ് വിത്തൗട്ട് ദ നോളജ് ഓഫ് ദി ഇൻസാനിറ്റി ഓഫ് ദി ഓഫറർ, there would be a binding contract. മനസ്സിലായല്ലോ? പക്ഷേ ഓഫറിക്ക് അറിയുന്നില്ല ഇങ്ങനെ ഇയാൾ ഇൻസെയിൻ ആയതൊന്നും. അങ്ങനെ അറിയാതെ കോൺട്രാക്റ്റിൽ ഒപ്പ് വെച്ചതാണെങ്കിൽ ദാറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ. അനദർ കേസ് വേറെ ഓഫർ ഇസ് റിവോക്ഡ് എന്നുള്ളതാണ്. നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻസ്. If the offerer prescribes any condition, it should be fulfilled by the offeree. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ അഗ്രീസ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് ബി മസ്റ്റ് പേ ദ പ്രൈസ് ഓഫ് ദി ഹൗസ് ബിഫോർ എ പെർട്ടിക്കുലർ ഡേറ്റ്. അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ബിഫോർ എ പെർട്ടിക്കുലർ ഡേറ്റ്. അതാണ് കണ്ടീഷൻ. ഇഫ് ബി ഫെയിൽസ് ടു പേ ദ സെഡ് എമൗണ്ട് ഓർ പ്രൈസ് within that particular date, the offer stands revoked. അപ്പോൾ ആ പറഞ്ഞ ഡേറ്റ്, ഞാനിപ്പോൾ പറയുകയാണ് എൻ്റെ വീട് ഞാൻ വിൽക്കുകയാണ്, ജൂൺ 30 മുന്നേ 5 ലക്ഷം രൂപ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ വീട് വിൽക്കാം. ജൂൺ 30 വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിങ്ങൾ പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓഫറിൽ പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം? ഐ ക്യാൻ റിവോക്ക് മൈ ഓഫർ. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ. And the last point, second last, offer not accepted according to the mode prescribed. If the offer prescribes any mode of acceptance, it should be accepted according to the mode prescribed. Mode prescribed എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഏതെങ്കിലും കോളേജിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ അത് ഇന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. കോളേജിലത്തെ ആപ്ലിക്കേഷൻ മാത്രമല്ല എല്ലാത്തിനും. അപ്പോൾ ചിലതിന് DD ആയിട്ട് തന്നെ അയക്കാൻ പറയും, ആപ്ലിക്കേഷൻ ഫീ, ചിലപ്പം ബാങ്കിലേക്ക് റെമിറ്റ്, അങ്ങനെയൊക്കെ പല മോഡ്സ് ഓഫ് ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഇഫ് എനി മോഡ് ഇസ് പ്രിസ്ക്രൈബ്ഡ്, ദ ഓഫറി ഷുഡ് ആക്സെപ്റ്റ് ഇൻ ദാറ്റ് പ്രിസ്ക്രൈബ്ഡ് മോഡ് ഓൺലി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളോട് പറയാണ് എല്ലാവരുടെ അടുത്തും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ മോഡ് ഓൺലൈൻ മോഡാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല, കോളേജ് തുറന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ A4 ഷീറ്റുമായിട്ട് വരാനിരിക്കുകയാണെങ്കിൽ ഐ ക്യാൻ റിജക്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഓഫർ ഇസ് റിവോക്ഡ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇഫ് നോ മോഡ് ഇസ് പ്രിസ്ക്രൈബ്ഡ്, ഇറ്റ് ഷുഡ് ബി ആക്സെപ്റ്റഡ് അക്കോർഡിംഗ് ടു സം യൂഷ്വൽ ഓർ റീസണബിൾ മോഡ്. ഒന്നും പറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റീസണബിൾ മോഡ് ഇതാക്കാം. മനസ്സിലായല്ലോ? So if the offer is not accepted either in the mode prescribed or in the usual or reasonable mode, the offer will be lapsed. Okay. Then last point is rejection by a counter offer. You have already learned what is a counter offer is. എന്തിരുന്ന counter offer? Rejection of the original offer and a new offer commits place. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 5 കിലോ ഓയിലാണ് ഞാൻ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം 5 കിലോ ഓയിലിന് പകരം നിങ്ങൾ പറഞ്ഞ് എന്താണ് 10 kg ഓഫ് ഓയിൽ എന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഏതാ വിച്ച് ഓഫർ ഇസ് വാലിഡ്? ദ ന്യൂ വൺ. ഇറ്റ് ഈസ് റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ. ആ 5 ലിറ്റർ പോയിട്ട് ഇപ്പം എത്രയായി മാറുക ചെയ്യുന്നത്? 10 kgൻ്റെ ഇത് വരിക ചെയ്യുന്നത്. സോ ദ ഓഫർ വിൽ ബി റിവോക്ഡ് ഇഫ് ദി ഓഫറി മേക്സ് എ കൗണ്ടർ ഓഫർ. ഓക്കെ, സോ ദീസ് ആർ ദ കേസസ് വെയർ എൻ ഓഫർ ഇസ് റിവോക്ഡ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ അടുത്ത ടോപ്പിക് ആക്സെപ്റ്റൻസ് ആണ്.